ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുത്തൻ ചിലപ്പോൾ ചിരിക്കുമ്പോൾ ഈ പല്ലിൻ്റെ ഇവിടെ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ കൊന്തറമ്പല്ലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കോമഡി, അവൻ്റെ ലൈഫിൽ നിന്ന് ചിരി നഷ്ടപ്പെടും. അവൻ്റെ ലൈഫിൽ നിന്ന് ചിരി നഷ്ടപ്പെടും ഇത്രയും പേര് കളിയാക്കുന്നതുകൊണ്ട്. എത്രയോ പേര് ചിരി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയും. ശരിയാ. അവൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ചിരി. അത് അവൻ്റെ ലൈഫിൽ നിന്ന് പോകും ഈ കളിയാക്കൽ കാരണം. എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. മേ ബി ഇതിൻ്റെയൊക്കെ പല രീതിയിലും, തടിയുടെ കാര്യം, കളറിൻ്റെ കാര്യം, അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അപ്പോൾ അങ്ങനെ കൗണ്ടർ പറഞ്ഞ് നമ്മളും ഈ 5 പേര് ചിരിക്കും. ഇയാളുടെ ഫീലിങ്സ് നമ്മളും ഇതാക്കില്ല. അതെ, നല്ലൊരു മെസ്സേജാണ് അവൻ പങ്കുവച്ചത്. പക്ഷെ നിനക്ക് ഇപ്പോഴാണല്ലോ അത് മനസ്സിലായത് വീട്ടിൽ കുത്തിയിരുന്നപ്പം. ആഗ്രഹിക്കുന്നത് കൊക്കിലൊതുങ്ങുന്ന കൊത്താന്ന് പറയുന്നല്ലോ. ഇത് വലിയ കൊക്ക. അത് അങ്ങനെ പറയരുത്. പുണ്യാളിന്റെ ആനനെ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് പ്രിയങ്ക സ്റ്റേജിൽ കയറിയത്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം ഇങ്ങോട്ട് പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കാൻ. നമ്മൾ ഒതുങ്ങിയാൽ നമുക്ക് കൊള്ളാം. ഒന്നും ഒതുങ്ങാനില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എടാ ഇവനല്ല നേരത്തെ തടിയുടെ കാര്യം, കളറിൻ്റെ കാര്യം, ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നും. പിന്നെ അല്ലാണ്ട് ആരാന്നൊക്കെ വിളിച്ച് പിന്നെ വെറുതെ എനിക്ക് ഇവനെ എടാ ബുൾഡോസർ കയറിയല്ലോ കേട്ടോ. തവള ലോറിയുടെ അടിപ്പെട്ടവരെ സത്യം പറഞ്ഞ മോന്ത പിടിച്ചു. എന്ത് വെറുപ്പീരായിരുന്നു അത്. തവള ലോറിയുടെ അടിപ്പെട്ടവരെ അവൻ്റെ ലൈഫിൽ നിന്ന് ചിരി നഷ്ടപ്പെടും. ഇത് വലിയ കൊക്ക. എത്രയോ പേര് ചിരി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയും. ഇവൻ അന്യല്ല വിക്രത്തിനെക്കാളും കഷ്ടമാണ്. നിങ്ങൾ ഇവിടെ വന്നപ്പോഴേ എനിക്കറിയായിരുന്നു എന്റെ തടിയെ കുറിച്ച് പറഞ്ഞ കളിയാക്കി. എനിക്ക് യാതൊരു വിഷമമില്ല, കാരണം തടി എനിക്ക് ഇഷ്ടമാണ്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം.